റിപ്പോർട്ടിലേക്ക് പോവാണ്. കാസർകോട്ടെ തനത് കലാരൂപമാണ് യക്ഷഗാന ബൊമ്മനാട്ടം. നൂൽപ്പാവക്കൂത്തിനോടും നിഴൽപ്പാവക്കൂത്തിനോടും സാമ്യമുണ്ടെങ്കിലും അവതരണ മികവിൽ മികച്ച അനുഭവമാണ് ബൊമ്മനാട്ടം സമ്മാനിക്കുക. KV രമേശ് എന്ന ബൊമ്മനാട്ട വിദഗ്ധന്റെ ശ്രീ ഗോപാലകൃഷ്ണ യക്ഷഗാന ബൊമ്മനാട്ടു സംഘം മാത്രമാണ് ഇന്നിപ്പോ കേരളത്തിൽ ഈ രംഗത്തുള്ളത്. കാസർകോട്ടെ യക്ഷഗാന ബൊമ്മനാട്ട നാടക വിശേഷങ്ങൾ കാണാം. ತಂದೆ ತಾಯಿಗಳಿಂದಲೇ ಮರಣ ಎಂದು ಹೊರಪಡೆದಂತಹ ನರಕನನ್ನ ನಾಶ ಮಾಡುವುದಕ್ಕೆ ಭೂದೇವತೆಯ ಅಂಶ ಸ್ವರೂಪಳಾದಂತಹ ಸತ್ಯಭಾಮೆ ನನ್ನ ಜೊತೆಗಿರಬೇಕು. ಅವಳನ್ನ ಕೂಡಿಕೊಂಡು ಗರುಡಾರೂಢನಾಗಿ പ്രാഗ്ജ്യോതിഷപുരദത്ത സാധിത്തേനെ. പാവകളി നാടകങ്ങൾ ദക്ഷിണേന്ത്യൻ സാംസ്കാരിക ചരിത്രത്തിൽ തന്നെ ഒട്ടേറെ സവിശേഷതകളുള്ള കലാരൂപങ്ങളുടെ രൂപപ്പെടലിന് വഴിവെച്ചിട്ടുണ്ട്. ഉത്തര കേരളത്തിൽ കാസർഗോഡ് ജില്ലയിൽ തനതായ രീതിയിൽ കണ്ടുവരുന്ന പാവകളി രൂപമാണ് യക്ഷഗാന പാവകളി അഥവാ യക്ഷഗാന ബൊമ്മയാട്ടം. മനുഷ്യർ വേഷമിട്ട് അവതരിപ്പിക്കുന്ന യക്ഷഗാന കലാരൂപത്തിന്റെ അതേ രീതിയിലാണ് നൂലുകൾ ഉപയോഗിച്ച് പാവകളെ ചലിപ്പിച്ച് കഥകൾ അരങ്ങിലെത്തിക്കുന്നത്. നിഴൽ പാവക്കൂത്തിനോടും നൂൽപ്പാവക്കൂത്തിനോടും തികച്ചും സാമ്യമുള്ള കലാരൂപത്തെ ഇന്ന് ചലിപ്പിക്കുന്നത് യക്ഷഗാന കലാകാരനും യക്ഷഗാനത്തിലും യക്ഷഗാന ബൊമ്മനാട്ടത്തിലും മികവ് തെളിയിച്ച വ്യക്തിയുമായ KS രമേശ് എന്ന കാസർഗോട്ടുകാരനാണ്. മദവൂര വിഘ്നേശ ദേവാ ജഗദീശ മുദദിന്ദ നിന്ന. കാസർഗോഡ് നഗരത്തിനടുത്ത് തന്നെയുള്ള തൻ്റെ വീടും നാടകക്കളരിയുമായ ബൊമ്മമനയിൽ ഗോപാലകൃഷ്ണ യക്ഷഗാന ബൊമ്മയാട്ട സംഘത്തിനൊപ്പം പരിശീലനങ്ങളിലും തിരക്കുകളിലുമാണ് KV രമേശ് എന്ന അതുല്യ കലാകാരൻ. ಇನ್ನು ವಿಳಂಬಿಸುವುದಲ್ಲ, ನಮ್ಮ ಕರ್ಪೂರ ಸೇನೆ ಸಿದ್ಧವಾಗಬೇಕು. ಈಗಲೇ ಸ್ವರ್ಗಲೋಕವನ್ನು ಮುತ್ತಬೇಕೆಂಬ ಆಸೆಯಾಗಿದೆ. പുൽക്കൂർ ഭാഷ എന്ന് പറയുന്ന ആളിവിടെ മുമ്പ് ഈ പാവക്കളി ചെയ്തിട്ടുണ്ടായി. പക്ഷേ അത് കാലക്രമേണ എല്ലാം നശിച്ചു പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു കുതൂഹലം ഉണ്ടായി, ഇത് എന്ത് പാവക്കളി എന്ന് എനിക്കറിയാമല്ലോ എന്തെന്ന്. അപ്പോൾ 6ാം ക്ലാസ്സിൽ ഞാൻ ഉണ്ടാകുമ്പോൾ എൻ്റെ അച്ഛൻ ഒരു ബുക്ക് കൊണ്ടുപോയിട്ട് കൊടുത്തു. ഒരു കന്നഡ ബുക്കാണ്, ഞാൻ കന്നഡ പഠിച്ചത്. അതിൽ ഫോട്ടോസ് ഡീറ്റെയിൽസ് ഉണ്ടായി. അത് നോക്കിയ ഉടനെ എനിക്കൊരു ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടായി, ഈ പാവക്കളി പറഞ്ഞാൽ എന്ത്, ഇത് എങ്ങനെ കളിക്കുന്ന. പിന്നെ എന്നെ അച്ഛനും അതിന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ ഞാൻ 11ാം ക്ലാസ്സിൽ ഉണ്ടാകുമ്പോൾ എനിക്കൊരു പാവക്കളി നോക്കുന്ന ഒരു എക്സ്പീരിയൻസ്, ഒരു അവകാശം കിട്ടി. അതെങ്കിൽ എൻ്റെ മുത്തശ്ശ അച്ഛനൊക്കെ സപ്പോർട്ടാക്കിയിട്ട് ഞാൻ തന്നെ ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തുള്ള മറ കൊണ്ടല്ല അതിനെ നല്ല കുറച്ച് ചെയ്തുകൊണ്ട് ഷോ തുടങ്ങി. ഭാരം കുറഞ്ഞ തടികൾ ഉപയോഗിച്ചാണ് പാവകളെ നിർമ്മിക്കുന്നത്. ഇവയ്ക്ക് യക്ഷഗാനത്തിലെ കഥാപാത്രങ്ങൾക്ക് അനുയോജ്യമായ വസ്ത്രങ്ങളും ആടയാഭരണങ്ങളും അണിയിക്കുന്നു. മരത്തടികളിൽ പാവകളെ നിർമ്മിക്കുന്നതും അവയ്ക്ക് വസ്ത്രം രൂപപ്പെടുത്തുന്നതും KV രമേശ് തന്നെയാണ്. രാമായണം, മഹാഭാരതം തുടങ്ങിയ ഇതിഹാസങ്ങളിൽ നിന്നുള്ള കഥാപാത്രങ്ങളാണ് പാവകളിലൂടെ പുനരവതരിപ്പിക്കുന്നത്. ശ്രീകൃഷ്ണ അവതാരം, അസുരവധം തുടങ്ങിയവയാണ് ഇതിൽ പ്രധാനമായത്. ದರೆಯಲ್ಲಿರುವ ದುಷ್ಟರನ್ನ ಮರ್ದಿಸಿ ಶಿಷ್ಟರನ್ನ ಉದ್ಧರಿಸುವುದೇ ನನ್ನ ಅವತಾರದ ಮುಖ್ಯ ಉದ್ದೇಶ. 8ನೇಯದಾದ ಈ ಕೃಷ್ಣಾವತಾರ ದೇವಕೀ ದೇವಿಯ 8ನೇ ಗರ್ಭದಲ್ಲಿ കൃഷ്ണാവിധാനത്തിന്റെ അവതാര എത്തി. നമ്മൾ പാവകളെ നിർമ്മിക്കുന്നത് മര കൊണ്ടാണ്. ലൈറ്റ് വെയിറ്റുള്ള മര നമ്മൾ സെലക്ട് ആക്കും. മെയിൻ നമ്മൾ ചെയ്യുന്നത് ഈ കുമിൽ, പിന്നെ പാല, അങ്ങനത്തെ മരത്തിൽ ചെയ്യും. ചില പാർട്സ് ഞങ്ങൾ ടീ കൂടുതൽ ചെയ്യും. ഫേസ് അല്ല, കൈ, കാല്, അല്ലെങ്കിൽ അതെല്ലാം ലൈഫ് ഉണ്ട് ടീ കൂടുതലാക്കിയെങ്കിൽ. ഓരോരോ പാവങ്ങൾ സാധാരണ ഒരു 4-5 kg മുതൽ ഒരു 7-8 kg വരെ ഉണ്ടാവും. ഇപ്പോൾ സ്ത്രീ വേഷമെല്ലാം കുറച്ച് വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടാവും. പിന്നെ രാക്ഷസ വേഷങ്ങളിൽ കുറച്ച് അധിക വെയിറ്റ് ഉണ്ടാവും. ചെണ്ട, മദ്ദളം, ജാഗട്ട എന്നീ വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടെയാണ് ബൊമ്മനാട്ടത്തിന്റെ അവതരണം.
പിന്നണിയിൽ പാടുന്ന പാട്ടുകൾക്കനുസരിച്ചാണ് പാവകളെ ചലിപ്പിക്കുന്നത്. അതിവൈദഗ്ധ്യം നിറഞ്ഞ കാര്യമാണിത്. യക്ഷഗാനത്തിലെ അറിവും നൂലുകൾ ചലിപ്പിക്കാനുള്ള സൂക്ഷ്മതയും പരിചയ സമ്പന്നതയും മാത്രമാണ് ഇതിലെ കൈമുതൽ. ഏകദേശം 2.5 മണിക്കൂർ വരെ ഒരു കഥ നീണ്ടുപോയേക്കാം. ഒരു കഥ അവതരിപ്പിക്കാൻ 30 മുതൽ 35 വരെ പാവകളും 7-ലധികം ആളുകളും അണിയറയിൽ ആവശ്യമാണ്. കാസർഗോഡ് ജില്ലയിൽ ഈ പാവകളി പാരമ്പര്യം ഇന്നും സജീവമായി നിലനിർത്തുന്നത് KV രമേഷിന്റെ തന്നെ നേതൃത്വത്തിലുള്ള ശ്രീ ഗോപാലകൃഷ്ണ യക്ഷഗാന ബൊമ്മയാട്ട സംഘമാണ്. ഇന്ത്യക്കകത്തും പുറത്തും നിരവധി വേദികളിൽ യക്ഷഗാന ബൊമ്മനാട്ടം നടത്തിയിട്ടുണ്ട് ഈ കലാസംഘം. ಎಂದಿನಂತೆ ಸಭಾಸ್ಥಾನವನ್ನು ಪ್ರವೇಶ ಮಾಡಿದೆ. ನನ್ನ ಆಗಮನವನ್ನು ಕಂಡಾಗ ನಮ್ಮವರೆಲ್ಲರೂ ಎದ್ದು ನಿಂತು ನರಕಾಸುರನಿಗೆ ಜಯವಾಗಲಿ ಎಂಬಂತೆ ಜಯಘೋಷ. ഇതിഹാസങ്ങളെയും പുരാണങ്ങളെയും ഉപനിർമ്മിച്ച് രൂപപ്പെട്ട തനത് കലാരൂപങ്ങൾ പലതും ആ നാടിൻ്റെ പ്രാദേശിക ചരിത്രം കൂടിയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അത്തരത്തിലൊന്നാണ് അത്യുത്തര കേരളത്തിലെ യക്ഷഗാന ബൊമ്മനാട്ടം. KV രമേശ് എന്ന അതുല്യ കലാകാരൻ്റെ ഭാവനയും ജാഗ്രതയും അദ്ദേഹത്തിൻ്റെ കൈകളിലെ ചരടുകളിൽ സമം ചേരുമ്പോൾ മനോഹരമായ ഒരു കാഴ്ച പിറക്കുകയാണ്. കാസർഗോഡ് നിന്നും ക്യാമറ പേഴ്സൺ ജെറിൻ കാട്ടൂരിനോടൊപ്പം രതീഷ് വാസ്തവൻ, ന്യൂസ് മലയാളം.